സിനിമയ്ക്ക് നെഗറ്റീവ് അടിക്കണമാരോട് ഒറ്റ കാര്യമേ ഉള്ളൂ. അവർക്ക് നെഗറ്റീവ് എന്നറിയാമോ? ഒരു കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ജോർജ് കുട്ടി എന്ന കഥാപാത്രം ഏതറ്റം വരെയും പോവും. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഏതറ്റം വരെയും, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെ മകളെയോ എൻ്റെ കുടുംബത്തിനെ തൊടാൻ നിങ്ങളെ അനുവദിക്കില്ല എന്ന് പറയുന്ന ഇമോഷണൽ ഡ്രാമ വർക്കൗട്ട് ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു. ആ ഇമോഷണൽ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹം ഒരു പക്ഷേ നെഗറ്റീവ് പറയുന്ന ഒരു പക്ഷേ ഒരു അച്ഛനായിരിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരിക്കത്തില്ല. കാരണം മലയാള സിനിമയിൽ ജോർജ് കുട്ടി എന്ന കഥാപാത്രം ഒരു കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് ഏതറ്റം വരെയും പോകുമെന്ന ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്നിവിടെ അവസാനിച്ചിട്ടില്ല. ആ കനൽ ഇനിയും ബാലൻസ് വെച്ചിട്ടാണ് പോകുന്നത്. ദൃശ്യം 4ലേക്കുള്ള ഒരു സൂചന. ലാലേട്ടൻ്റെ പിറന്നാൾ ദിവസത്തിൽ തന്നെ ഇത്തരത്തിലൊരു പീക്ക് സിനിമ ഇറക്കിയതിൽ യാതൊരു സംശയവുമില്ല. പടം ഇറങ്ങുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കോടികളുടെ പ്രവാഹമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം എന്താണ് പോകുന്നത്. മലയാള സിനിമ 2 കൈ നീട്ടി സ്വീകരിക്കും പ്രേക്ഷകരെ, നിങ്ങൾ യാതൊരു സംശയവുമില്ല. പീക്ക് സിനിമ ലാലേട്ട, ഹാപ്പി ബർത്ത്ഡേ, കിടിലൻ സിനിമ. ആന്റണി പെരുമ്പാവൂർ ചേട്ടനും ഒപ്പം ജിത്തു ജോസ്